നമസ്കാരം. കുറേ ദിവസങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് കരുതുന്ന ഒരു വിഷയമാണ് വിവാഹമോചനം. വിവാഹമോചനം എന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിടയിലുള്ളത്. ഒരുപാട് ആളുകൾ, സെലിബ്രിറ്റികൾ ഉൾപ്പെടെ മാതൃകാപരമായി വിവാഹമോചന വാർത്തകൾ നമ്മളുമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. വിവാഹം നിങ്ങൾക്ക് സുഖകരമല്ലേ? വിവാഹ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ? വിവാഹമോചനം എന്ന ഓപ്ഷൻ നിങ്ങൾ നിസ്സംശയം തിരഞ്ഞെടുക്കൂ, അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഇവർ നമ്മളോട് തുടർച്ചയായിട്ട് പറയുന്നുമുണ്ട്. അത് കണ്ട് അനുകരിക്കുന്ന ആളുകളും ഒരുപാടുണ്ട്. പണ്ടൊക്കെ വിവാഹമോചനം എന്നത് നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടും പറ്റാതെ വരുമ്പോൾ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് മാത്രമാണ് നമ്മൾ ഓരോ വിവാഹമോചന വാർത്തകളൊക്കെ നാട്ടിൽ കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ, ഇന്നിപ്പോൾ അത് സർവ്വസാധാരണമായി മാറി. വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഇപ്പോൾ ഒരു വ്യത്യസ്തത, അങ്ങനെയായി മാറി. അപ്പോൾ എൻ്റെ ഒരു പക്ഷം ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു വിവാഹത്തിൽ പരമാവധി എങ്ങനെ നോക്കിയിട്ടും നമുക്ക് സമാധാനമേ കിട്ടുന്നില്ല, വലിയ വീർപ്പുമുട്ടലാണ്, ഒരു തരത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് വന്നാൽ അവിടെ വിവാഹമോചനം ഒരു ഓപ്ഷനാണ്. പക്ഷേ എന്തെങ്കിലും ഒരു രസക്കേട്, ഒരു സുഖക്കേട് ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നോ ഉണ്ടായാൽ ഉടൻ തന്നെ വിവാഹമോചനം. എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാൻ ആരുടെ അടിമയല്ല, എനിക്ക് ആരുമായിട്ടും പൊരുത്തപ്പെടേണ്ട കാര്യമില്ല, എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കേണ്ട ആവശ്യമില്ല, ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അത് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളതാണ്. ഒരു ജീവിതമേ ഉള്ളൂ, എനിക്ക് വയ്യ ഇങ്ങനെ വീർപ്പുമുട്ടാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എടുപിടി എന്ന് ഒരു വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോ അതിലേക്ക് പോകുന്നതോ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ വിവാഹത്തിന് മുൻപൊന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ചിലപ്പോൾ അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇത്രയൊക്കെ ആളുകളായിരിക്കും നമ്മുടെയൊക്കെ വീടുകളിലുള്ളത്. ഇവരുമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറില്ലേ? നിരന്തരം വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് എനിക്ക് ഈ കുടുംബം വേണ്ട, വേറൊരു കുടുംബത്തിലേക്ക് പോകാം എന്ന് നമ്മൾ തീരുമാനിക്കാത്തത്? ഇത് നമ്മുടെ സ്വന്തമല്ലേ, നമ്മുടെ വീടല്ലേ, നമ്മുടെ അച്ഛനല്ലേ, അമ്മയല്ലേ, സഹോദരങ്ങളല്ലേ. കുറച്ച് സമയം പിണങ്ങും, പിന്നെയും ഇണങ്ങും. അവരൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ, ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാ? അല്ലേ? ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെ മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ആർക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പം അമ്മായിയമ്മയ്ക്കോ അമ്മായിയപ്പനോ ഭർത്താവിനോ ഭാര്യയ്ക്കോ ആർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. പുറത്തുനിന്ന് വന്നു കയറിയ ഒരുത്തനാണ്, പുറത്തുനിന്ന് വന്നു കയറിയ ഒരുത്തിയാണ്. അവൾ ശീലിച്ചത് മറ്റെന്തൊക്കെയാണ്, നമ്മൾ ശീലിക്കുന്നത് മറ്റെന്തൊക്കെയാണ്. അങ്ങനെ നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കുന്ന കുറേ അതിരുകളുണ്ട്. നിനക്ക് എത്ര ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എത്രയായാലും പുറത്തു നിന്നുള്ള ഒരാളാണ് എന്നുള്ള ഒരു ഫിക്സഡ് സാധനം മനസ്സിൽ കിടക്കുമ്പോൾ ഒന്നിനോടും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സും അനുവദിക്കില്ല. മറ്റത് നമ്മുടെ സ്വന്തമാണ്, ഇത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വലിയ രീതിയിൽ അങ്ങ് പ്രോത്സാഹിപ്പിക്കണോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. ഈ ഒരു നമ്മുടെ സ്വഭാവം കാണിക്കുന്നത് നമ്മുടെ അസഹിഷ്ണുതയെ കൂടിയാണ്. ഒന്നിനോടും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല, ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഇതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെയും കാണിച്ചു കൊടുക്കുന്നത്. ഒരു മോശം പ്രവണത ഒരാളിൽ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ വളരെ മോശം കാര്യങ്ങളാണ് മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകുന്നത്, അവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, പഠിക്കുന്നില്ല, പഠിക്കേണ്ട സമയത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ ആ കൂട്ട് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക. അതിനോട് നമ്മളൊരു കുടുംബ ജീവിതം, ഒരു ദാമ്പത്യ ജീവിതത്തെ ഉദാഹരിക്കരുത്, താരതമ്യം ചെയ്യരുത്. നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യ ഉണ്ടാക്കി തന്ന ആഹാരത്തിന് സ്വാദ് കുറഞ്ഞു പോയി, ഉപ്പ് കൂടിപ്പോയി, എരിവ് കൂടിപ്പോയി, ഇങ്ങനെയൊക്കെ നമ്മൾ മൊഴി ചൊല്ലിയ കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഭാര്യയെ കുറ്റം പറഞ്ഞ് ഡിവോഴ്സിന് തയ്യാറാകുന്ന ഒരുത്തൻ സ്വന്തം അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരത്തിന് സ്വാദ് കുറഞ്ഞു, എരിവ് കുറഞ്ഞു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഉപ്പ് കൂടി എന്ന് പറഞ്ഞ് അവരുമായുള്ള ബന്ധം വേർപെടുത്താൻ തയ്യാറാകുമോ? അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. എന്ന് കരുതി തീരെ നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ കടിച്ചു തൂങ്ങി അവിടെ ആത്മഹത്യ ചെയ്യണമെന്നോ കൊല്ലണമെന്നോ ഒന്നും അല്ല പറയുന്നത്. ഈ വിഷയം വേറെയാണ്. ഞാൻ പറയുന്നത് വളരെ നിസ്സാര കാര്യങ്ങൾക്ക്, നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാം ഞാനില്ലാതെ അയാൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്കറിയാം അവളില്ലാതെ എനിക്ക് പറ്റില്ല. ഞങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതം സ്മൂത്തായിട്ട് പോകുന്നത്. ഇടയ്ക്ക് വഴക്കുകൾ ഉണ്ടാക്കുമെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ഒന്ന് ചിന്തിക്കൂ. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്നും അടിയായിരിക്കും വീട്ടിൽ, പക്ഷെ ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ്, ഒരു ദിവസം വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്. അതിനെയൊക്കെ ലൈറ്റായിട്ട് എടുക്കാൻ കഴിയുമ്പോഴാണ്
നമുക്ക് ജീവിതം കുറച്ചുകൂടി രസകരമാകുന്നത്. നമ്മുടെ ജീവനെയോ അഭിമാനത്തിനെയോ ഒന്നും സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളോ പെരുമാറ്റങ്ങളോ ഒന്നും നമ്മുടെ പങ്കാളിയിൽ നിന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിവാഹമോചന കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് സംസാരിക്കുന്നത് കേട്ടോ. അവർ പറയുകയാണ്, ഒരു വീട്ടിലെ 2 പെൺമക്കൾ, അവരെ 2 പേരെയും കല്യാണം കഴിപ്പിച്ചയച്ചു. അവർ 2 പേരും ഒരേ സമയത്ത് ഡിവോഴ്സ് പെറ്റീഷൻ കൊണ്ട് കൊടുത്തു. അവരുടെ ഭർത്താക്കന്മാരെ അറിയുന്നില്ല. അവർ കൊടുത്തതിന് കാരണം ഇവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പെൺമക്കളുടെ വീട്ടുകാരുടെ സ്വാർത്ഥത. അവർക്ക് 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇവർ 2 പേരും ഇറങ്ങിപ്പോയപ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ടെൻഷൻ. ഭാവിയിൽ അവർ തനിച്ചായി പോവും, അവർക്ക് എന്തെങ്കിലും വന്നാൽ ആരും നോക്കാനില്ല. അപ്പോൾ മക്കളെ തങ്ങളുടെ അടുത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ വിദേശത്ത് പോകണം, അവിടെ നല്ല അവസരങ്ങളുണ്ട്, നന്നായിട്ട് പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടും, നിങ്ങൾ അവിടെ അടുക്കളയിൽ കിടന്നാൽ പോരാ, അല്ലെങ്കിൽ അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടരുത് എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് 2 പെൺമക്കളെയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇവരുടെ ഭർത്താക്കന്മാരറിയാതെ ഇവർ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തു. തലേ ദിവസം വരെ ഒന്നിച്ച് ഒപ്പം കിടന്നുറങ്ങിയിരുന്ന ആൾ പിറ്റേ ദിവസം കൊണ്ട് കേസ് കൊടുക്കുകയാണ് വിവാഹമോചനത്തിന്. നോട്ടീസ് കിട്ടുമ്പോഴാണ് ഭർത്താക്കന്മാർ ഇത് അറിയുന്നത്. അവരിൽ നിന്ന് വായ പൊളിക്കുകയാണെന്ന്. ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇങ്ങനെയും ഒരു ട്രെൻഡ് ഉണ്ട്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവനാംശം കിട്ടാൻ വേണ്ടി മാത്രം വിവാഹമോചന പെറ്റീഷനുകൾ കൊടുക്കുന്നവരുണ്ട്. വിവാഹമോചനം കൊടുക്കാതെ നരകിപ്പിക്കുന്ന ആളുകളുണ്ട്. കാരണം എനിക്ക് ഇത്ര രൂപ തരാമെങ്കിൽ ഓക്കെ, അല്ലാത്തിടത്തോളം കാലം ഞാൻ നിന്നെ വിടില്ല. ചിലർ വിചാരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തുടർന്നാൽ ഭാര്യയ്ക്കുള്ള സ്വത്തിൻ്റെ അവകാശം എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഭർത്താവിനുള്ള സ്വത്തിൻ്റെ അവകാശം എന്തെങ്കിലും കിട്ടും എന്നൊക്കെ വിചാരിച്ച് അതൊരു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഒന്നും ആക്കാതെ, സെപ്പറേറ്റ് ആയിട്ടും ഇല്ല എന്നാൽ ഒന്നിച്ചും അല്ല, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിച്ച സാഹചര്യം പോലെ നമ്മുടെ വീട്ടുകാരാണ് അവരും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചെറുപ്പം തൊട്ടുണ്ടായിരുന്ന ഒരാളാണ്, നമുക്കറിയാവുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ പങ്കാളിയോടോ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ വീട്ടിലുള്ള ആളുകളോടോ ഒക്കെ പെരുമാറാൻ നമ്മൾ തുടങ്ങിയാൽ, അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുത്തു, അതവിടെ തീർന്നു. പിന്നെ അവരെന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പറയണം, നമ്മൾ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞില്ലേ, വാ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ സംസാരിക്കാം, നമുക്ക് അടുത്ത ആഴ്ച എവിടെ പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം, ഞായറാഴ്ച നമുക്ക് എന്താണ് നമ്മുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി സാഹചര്യങ്ങളെ ലൈറ്റായിട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ, ചെറിയ കാരണങ്ങളാണെങ്കിൽ, ഞാൻ ആവർത്തിക്കുകയാണ്, അല്ലാതെ എന്നും ക്രൂര പീഡനം, എന്നും അടി ഇടി, ആഹാരം കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള കേസുകളുടെ കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ സിനിമാ താരങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം മീര വാസുദേവ് എന്നൊരു നടി 3-മത്തതോ 4-മത്തതോ എങ്ങാണ്ട് വീണ്ടും ഡിവോഴ്സായി എന്ന് പറഞ്ഞ് അത് ആഘോഷിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഞാൻ സ്വതന്ത്രയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. 3-മത്തെ വിവാഹമോചനം എങ്ങാണ്ടാണ്. നിസ്സാരം പോലെ ഡ്രസ്സുകൾ മാറുന്നത് പോലെ പങ്കാളികളെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ബന്ധപ്പെടുന്ന ഒരു പങ്കാളിയുമായിട്ടും ഇവർക്ക് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു വൈകാരിക ബന്ധം പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല. ആ കണക്ഷൻ ഉണ്ടായി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ വേറെ പോകുകയാണ്. അപ്പം ആ ഒരു ട്രെൻഡ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായമാണ്. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കണ്ടു. ഒരാള് വിവാഹമോചനം നേടി, അതായത് ഭാര്യയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം തന്നെ ഉണ്ടാക്കി. ആ ഒരു ആശയം വെച്ചിട്ട് ആ ഷോർട്ട് ഫിലിമിൽ കാണിക്കുകയാണ്, ഈ താലി ചരട് കത്തിച്ച് കളയുന്നു, മന്ത്രകോടി കത്തിക്കുന്നു, ഫോട്ടോ, ഇവരുടെ വിവാഹ ഫോട്ടോ തല്ലി പൊട്ടിക്കുന്നു, എന്നിട്ട് ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഞാൻ എന്തോ ജീവിതത്തിൽ വലിയ കാര്യം നേടി, എന്തോ നേട്ടം എനിക്കുണ്ടായതായിട്ട് വിവാഹമോചനത്തിന് ശേഷം ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടുന്നു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരാളുടെ മോശം വശങ്ങൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ അയാൾക്ക് എന്തൊക്കെയോ നല്ലതുണ്ടായിരുന്നില്ലേ, ഇതിനിടയിൽ എവിടെയാണ് പ്രശ്നം ഉണ്ടായതെന്നൊക്കെ തനിച്ചിരുന്ന് ചിന്തിക്കാനും, അതായത് നമ്മുടെ ഭാഗം മാത്രമല്ല, നമ്മുടെ ഭാഗത്തെ, നമ്മുടെ വികാരത്തിനൊപ്പം നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് കൂടി അല്പം നമ്മൾ ചിന്തിച്ച് അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിച്ചാൽ പല ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വിവാഹമോചന കേസുകൾ പറയുമ്പോൾ വിഷമം വരുന്നത് എന്താണെന്നറിയോ? കുഞ്ഞുങ്ങളുടെ കാര്യം. വളരെ കഷ്ടമാണ്. ഇവർ തമ്മിലുള്ള കേസ്, വഴക്ക്, എൻ്റെത് നിൻ്റെത്, കുഞ്ഞ് നിൻ്റെ കൂടെ എൻ്റെ കൂടെ. ചിലരാണ് കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ മനസ്സ് കാണിക്കില്ല, മറ്റു ചിലർ വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കില്ല. ചിലയിടത്ത് ഈ മൈനറായിട്ടുള്ള കുട്ടികളുടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. അതുപോലെ തന്നെ ടീനേജേഴ്സും, അവരൊക്കെ സമൂഹത്തോട് തന്നെ ഒരുമാതിരി പ്രതികാര ബുദ്ധിയോടുകൂടിയേ പിന്നീട് പെരുമാറുകയുള്ളൂ. അവരുടെ മുന്നോട്ടുള്ള കുടുംബജീവിതത്തിലൊക്കെ ആണെങ്കിലും ഇത്തരം അനുഭവങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികളുള്ള ആളുകൾ ചെയ്യുന്നത് വലിയൊരു ദ്രോഹമാണ്. പിന്നെ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തെയും ബാധിക്കും,
നിങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ബാധിക്കും എന്നുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ മാത്രം ഈ കുട്ടികളുള്ള ആളുകൾ വിവാഹമോചനത്തെ പറ്റി ചിന്തിക്കുക. എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് പറയാൻ പറ്റുമോ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തീർത്തും സന്തോഷം മാത്രമുള്ളതാണ് എന്നാർക്കും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റില്ല. അവര് ഇണങ്ങും, പിണങ്ങും, പിന്നെയും ഒരു പ്രശ്നം പൊതുവായിട്ട് വരുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഒന്നിച്ചിരിക്കും, ഒന്നിച്ചു ചേർന്നത് പരിഹരിക്കും. അപ്പോൾ എൻ്റെ ഒരു രക്തബന്ധം എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണന പങ്കാളികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒരു 5-6 പ്രാവശ്യം പറഞ്ഞ് എടുത്തു പറയുകയാണ്, കടുത്ത ബുദ്ധിമുട്ടുകൾ വിവാഹ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിസ്സാര പ്രശ്നങ്ങൾ, നിസ്സാര ഇഷ്ടക്കേടുകൾ, ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ് ഞാൻ ആഗ്രഹിച്ച സാരി വാങ്ങിച്ചു തന്നില്ല, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സാരി വാങ്ങിച്ചു തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഈ ഭർത്താവ് എന്ന് ചോദിക്കുന്നതിൽ വലിയ യുക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഭർത്താക്കന്മാരാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു ആഹാരം ഉണ്ടാക്കി തരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ഈ ഭാര്യ, അതും തെറ്റാണ്. ഇതൊക്കെ മാത്രമല്ല ജീവിതം, ഇതിനും അപ്പുറത്തുള്ളത് എന്തോ നിങ്ങൾ തമ്മിൽ തിരഞ്ഞു കണ്ടെത്താനുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക.